Hey guys, good morning. Hope you are doing and going well. And today we'll discuss about our economics first chapter, why choices matter, the basic of economics, understand the scarcity system and decision making. നമ്മൾ നമ്മുടെ എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൽ ത്രൂ ഔട്ടായിട്ട് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്കണോമിക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അത് സൊസൈറ്റിയിലായിക്കോട്ടെ അല്ലെങ്കിൽ എക്കണോമിയെ ബേസ് ചെയ്തിട്ടായിക്കോട്ടെ എക്കണോമിക്സിൻ്റെ കോൺസെപ്റ്റുകളുടെ ഇമ്പോർട്ടൻസ് എന്താണ്, നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഇടയിൽ എക്കണോമിക്സിനെ എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്. അതുപോലെ നമ്മൾ കേട്ടിട്ടുണ്ട് ഹ്യൂമൻ നീഡ്സ് ആർ അൺലിമിറ്റഡ് ആൻഡ് റിസോഴ്സസ് ആർ ലിമിറ്റഡ് എന്നല്ലേ. നമ്മുടെ മനുഷ്യരുടെ ഓരോ ആവശ്യങ്ങളും അൺലിമിറ്റഡ് ആണ്, അതായത് പരിധിയില്ലാത്തതാണ്. അതിനനുസരിച്ചിട്ടുള്ള റിസോഴ്സുകൾ നമ്മുടെ കയ്യിൽ ലിമിറ്റഡ് ആണ്. അപ്പോൾ അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? ഈ ഒരു ഹ്യൂമൻ വാണ്ട്സ് അല്ലെങ്കിൽ ഹ്യൂമൻ നീഡ്സ് ആർ അൺലിമിറ്റഡ് ആൻഡ് റിസോഴ്സ് ആർ ലിമിറ്റഡ് എന്നുള്ള ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്കാർസിറ്റി എന്ന് പറയുന്നത്, അഥവാ അതിൻ്റെ മലയാളം ക്ഷാമം. അതായത് നമുക്ക് ലെസ് അവൈലബിലിറ്റി, നമുക്കത് ഇല്ലാതാകുന്ന അല്ലെങ്കിൽ കിട്ടാതെ പോകുന്ന ഒരു സിറ്റുവേഷനാണ് സ്കാർസിറ്റി എന്ന് പറയുന്നത്, ലെസ് അവൈലബിലിറ്റി എന്നാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഓരോ സിറ്റിസണും ഓരോ ഹ്യൂമൻ ബീയിങ് എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഓരോ ഹ്യൂമൻ ബീയിങ്ങും ഓരോ സൊസൈറ്റിയും ഓരോ കൺട്രിയും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, ചോയ്സ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അവരുടെ ആവശ്യങ്ങൾ എന്താണോ, കാരണം നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള നീഡ്സ് ഉണ്ടെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള റിസോഴ്സ് ഇല്ല. അതുകൊണ്ട് ഓരോ ഹ്യൂമൻ ബീയിങ്ങും ഓരോ സൊസൈറ്റിയും ഓരോ കൺട്രിയും അവരുടെ ആവശ്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ അത്രയും ലിമിറ്റഡ് ആയിട്ട് മാത്രം ചൂസ് ചെയ്യപ്പെടേണ്ടി വരുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് നമ്മുടെ ഹ്യൂമൻ ബീയിങ്സ് ഓരോ കാര്യങ്ങൾ ചോയ്സ് അല്ലെങ്കിൽ ഓരോന്ന് ചൂസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ എക്കണോമിയെ നമ്മുടെ ലൈഫിനെയും എങ്ങനെ എഫക്റ്റ് ആക്കുന്നു എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ എക്കണോമിക് സിസ്റ്റംസ് എങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെന്നും അത് നമ്മൾ ഡിസിഷൻസ് എടുക്കാൻ എങ്ങനെ ഹെൽപ്പ് ആക്കുന്നുണ്ടെന്നും നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എടുക്കുന്ന ചെറിയ ചെറിയ ഡിസിഷൻസ് നമ്മുടെ കൺട്രിയുടെ തന്നെ ഒരു വലിയ എക്കണോമിക് സിസ്റ്റത്തിന് അല്ലെങ്കിൽ എക്കണോമിയെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലോട്ട് എത്തിക്കുന്നുണ്ട്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എടുക്കുന്ന ഓരോ എക്കണോമിയെ ബേസ് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും ഈ ചോയ്സ് എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. കാരണം നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചോയ്സ് ചെയ്യുന്നുണ്ടല്ലേ. ഒരു പെന്നായിക്കോട്ടെ, ഒരു ചോക്ലേറ്റ് ആയിക്കോട്ടെ, ഓരോ മൈന്യൂട്ടായിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ചൂസ് ചെയ്യുന്നത് നമ്മുടെ എക്കണോമി. ഇതെല്ലാം വാങ്ങിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ക്യാഷ് വേണം, മണി വേണം അല്ലേ. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഓരോ ഡിസിഷൻസ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഓരോ ഡിസിഷൻസ് എടുക്കുന്നത് ഈ ചോയ്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ അതിൻ്റെ അണ്ടറിലാണ് വരുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. മെയിനായിട്ട് വരുന്നതാണ് ചോയ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ്. കാരണം ഈ ചോയ്സാണ് നമ്മുടെ ലൈഫിൽ ഡേ ടു ഡേ ലൈഫിൽ ഓരോ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സപ്പോർട്ടാക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് what is economics? The study of how we use limited resource to satisfy unlimited wants. നമ്മുടെ അൺലിമിറ്റഡ് ആയിട്ടുള്ള വാണ്ട്സിനെ അല്ലെങ്കിൽ നമ്മുടെ അൺലിമിറ്റഡ് ആയിട്ടുള്ള നീഡ്സിനെ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യാം, നമ്മുടെ കയ്യിലുള്ള ലിമിറ്റഡ് റിസോഴ്സ് വെച്ചിട്ട് നമ്മുടെ അൺലിമിറ്റഡ് വാണ്ട്സിനെ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുന്ന സ്റ്റഡിയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ അൺലിമിറ്റഡ് ആയിട്ടുള്ള നീഡ്സിന് അല്ലെങ്കിൽ വാണ്ട്സിനെ നമ്മുടെ കയ്യിൽ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകൾ വെച്ചിട്ട് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുന്ന സ്റ്റഡിയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അറ്റ് ഇറ്റ്സ് ഹാർട്ട് ഇതിൻ്റെ ഒരു സെൻട്രൽ പോയിൻ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്കണോമിക്സ് ഈസ് ദ സയൻസ് ഓഫ് ചോയ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലാണ് എക്കണോമിക്സ് എന്ത് ചെയ്യുന്നത് ഇപ്പോഴും അല്ലെങ്കിൽ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്നത്, ഇപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇറ്റ് എക്സ്പ്ലെയിൻസ് വൈ വി ഡു വാട്ട് വി ഡു. ഇതെന്താണ് നമ്മളെ മനസ്സിലാക്കി തരുന്നത്, വൈ വി ഡു ആൻഡ് വാട്ട് വി ഡു. നമ്മൾ എങ്ങനെ നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നു, എങ്ങനെ നമ്മൾ പണം ചിലവാക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെൻസുകൾ നമ്മളെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, നമ്മുടെ കയ്യിലുള്ള ടൈം, നമ്മുടെ മണി, റിസോഴ്സുകൾ എന്നിവ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു, എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതും കൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു എക്കണോമിക്സ് എന്നുള്ള ടേം പഠിക്കുന്നതിലൂടെ മനസ്സിലാക്കി തരുന്നുണ്ട്.
ദ നെക്സ്റ്റ് ഇസ് സ്കാർസിറ്റി. സ്കാർസിറ്റി ദ റിയൽ പ്രോബ്ലം. നമ്മൾ പറഞ്ഞല്ലേ സ്കാർസിറ്റി, അതായത് ലെസ് അവൈലബിലിറ്റി, നമുക്ക് കിട്ടാതാകുന്ന ഒരു സിറ്റുവേഷൻ. ഇവിടെ നമ്മളൊരു പിക്ചർ കാണുന്നുണ്ടല്ലേ, അൺലിമിറ്റഡ് വാണ്ട്സ്, നമ്മുടെ ലിമിറ്റഡ് റിസോഴ്സുകൾ. അൺലിമിറ്റഡ് വാണ്ട്സ് നമുക്ക് അതായത് കൂടുതലാണ്, നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് ഒരുപാടുണ്ട്, പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള റിസോഴ്സുകളല്ലേ അല്ലേ. ദ ഫാക്ട് ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ ആർ ഫിനിറ്റ്. ഇതിൽ നമ്മുടെ സ്കാർസിറ്റിയുടെ ഒരു റിയൽ പ്രോബ്ലം എന്താണെന്ന് നോക്കുക. ഫാക്റ്റ്, അതായത് അതിൻ്റെ ഒരു സത്യമായിട്ടുള്ള കാര്യം, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ പോലെയുള്ള റിസോഴ്സുകളൊക്കെ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദി കോൺഫ്ലിക്റ്റ് ഈസ് അവർ ഹ്യൂമൻ വാണ്ട്സ് ആർ നീഡ്സ് ആർ ഇൻഫിനിറ്റ്. നമ്മുടെ ഹ്യൂമൻസിൻ്റെ നീഡ്സും വാണ്ട്സും ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ എന്താണ്, ഇൻഫിനിറ്റ്, അതായത് അൺലിമിറ്റഡ് ആണ്. ദ റിസൾട്ട് ഈസ് വി സിംപ്ലി കനോട്ട് ഹാവ് എവരിത്തിങ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് അത് എല്ലാ സമയത്തും നമുക്ക് ഒരേ സമയം നേടിയെടുക്കാൻ പറ്റില്ല. നമുക്ക് എന്തൊക്കെയാണ്, അത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ പോലെയുള്ളതെല്ലാം ഫിനിറ്റാണ്, അതായത് നമുക്ക് റിസോഴ്സുകൾ കുറച്ച് മാത്രമേ ഉള്ളൂ. അത് ഹ്യൂമൻ വാണ്ട്സ് ഓർ നീഡ്സ് ഒക്കെ എന്തൊക്കെയാണ്, അത് അൺലിമിറ്റഡ് ആണ്. ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാം ഒരുമിച്ച് ഒരേ സമയത്ത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ നമുക്ക് കിട്ടാൻ പോകുന്ന റിസോഴ്സുകളൊക്കെ എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു വേയിൽ യൂസ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസിഷൻസ് എടുക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനെല്ലാം നമ്മളെങ്ങനെ പ്രോപ്പറായിട്ട് ഡിസിഷൻ എടുക്കണം എന്ന് നമ്മളെ എക്കണോമിക്സ് പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് ഈസ് ദ നീഡ് ഫോർ ചോയ്സ്. നമ്മൾ ഓരോന്നും ചോയ്സ് ചെയ്യേണ്ടതിൻ്റെ, അല്ലെങ്കിൽ നമ്മൾ ഓരോന്നും ചൂസ് ചെയ്യേണ്ടത്, തിരഞ്ഞെടുക്കുന്നതിൻ്റെ ആവശ്യം എന്താണ്. അതിൽ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ട്രേഡ്സ് ഓഫ്, വെയിറ്റിംഗ്, പ്രൈസ് ഓഫ് ആക്ഷൻ. ഫസ്റ്റ് വൺ ഈസ് ട്രേഡ്സ് ഓഫ്. ചൂസിങ് വൺ പാത്ത് മീൻസ് ഗിവ് അപ്പ് അനദർ. നമുക്കൊരു കാര്യം അല്ലെങ്കിൽ ഒരു റിസോഴ്സ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മുൻപിലുള്ള മറ്റുള്ളൊരു അവസരത്തെ, അല്ലെങ്കിൽ മറ്റുള്ളൊരു നമ്മുടെ മുൻപിൽ കിട്ടുന്ന ഒരു സിറ്റുവേഷനെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഒഴിവാക്കേണ്ടി വരും. ഓക്കെ, ചൂസിങ് വൺ പാത്ത്, നമ്മളൊരു പാത്ത് ചൂസ് ചെയ്യുമ്പോൾ മീൻസ് ഗിവിങ് അപ്പ് അനദർ, നമുക്ക് മറ്റൊന്നിനെ ഉപേക്ഷിക്കേണ്ടി വരും. എക്സാമ്പിളായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ സ്റ്റഡി ചെയ്യാനായിട്ട് എക്സാമിനൊക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമ്മളെ ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും ട്രിപ്പൊക്കെ പോകുന്നുണ്ടെങ്കിൽ ആ ഒരു ട്രിപ്പ് നമുക്ക് ഒഴിവാക്കേണ്ടി വരും അല്ലേ. നമ്മൾ ട്രിപ്പ് പോകുന്നത് ഒഴിവാക്കിയിട്ട് വേണ്ടി വരും നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് പഠിക്കലും ട്രിപ്പ് പോകലും കൂടെ ഒരുമിച്ച് നടക്കുകയില്ല. അപ്പോൾ നമ്മൾ സ്റ്റഡി എന്നുള്ള റിസോഴ്സ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ റിസോഴ്സ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈ ട്രിപ്പ് അല്ലെങ്കിൽ ട്രാവൽ എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അവോയ്ഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടി വരും. അതാണ് പറയുന്നത് ട്രേഡ്സ് ഓഫ്, മാറ്റിവെക്കലുകൾ. ഒരു കാര്യം നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ചൂസിങ് വൺ പാത്ത് മീൻസ് ഗിവ് അപ്പ് അനദർ. Then second option is waiting. We weigh benefits against cost constantly. നമ്മളെപ്പോഴും ഒരു തീരുമാനത്തിന് അല്ലെങ്കിൽ ഓരോ ഡിസിഷൻ്റെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് ഓരോ ഡിസിഷൻസും എടുക്കുന്നത് അല്ലേ. നമ്മൾ എപ്പോഴും ഓരോ ഡിസിഷൻസും എടുക്കുന്നത് അതിൻ്റെ പ്രോഫിറ്റും ലോസും തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ്. ഏത് ഡിസിഷൻസ് നമുക്ക് കൂടുതലായിട്ട് എഫക്റ്റീവ് ആകും എന്ന് നമ്മൾ ഒരുപാട് തിങ്ക് ചെയ്തിട്ടാണ് നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് ഒരു മിഠായി വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഇപ്പുറത്തുള്ള നിയർ ആയിട്ടുള്ളൊരു ഷോപ്പിൽ എന്തുണ്ടായിരിക്കും, അതേ സെയിം മിഠായിക്ക് 10 റുപ്പീസ് ആയിരിക്കും. നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന ഷോപ്പിൽ 15 റുപ്പീസാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഷോപ്പ്, ഈ 2 ഷോപ്പുകൾ തമ്മിൽ കമ്പയർ ചെയ്യും. എന്നിട്ട് നമ്മൾ പ്രൈസ് എവിടെയാണോ ലോ ആയിട്ടുള്ളത് അവിടെ നിന്നാണ് ഇത് വാങ്ങുക അല്ലേ. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വെയിറ്റിംഗ്, ഓരോന്നും മെഷർ ചെയ്തിട്ടാണ് നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നത്. അതിൻ്റെ പ്രോഫിറ്റും ലോസും തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നത്. ഓക്കെ, ദെൻ തേർഡ് ഈസ് പ്രൈസ് ഓഫ് ആക്ഷൻ. എവറി ഡിസിഷൻ ഹാസ് എ കോസ്റ്റ് ഈവൻ ഇഫ് ഇറ്റ്സ് ഫ്രീ. അതായത് ഓരോ ഡിസിഷൻസും നമ്മൾ എടുക്കുമ്പോഴും അതിലെന്തുണ്ട്, ഒരു കോസ്റ്റ് ഉണ്ട്. അത് ഫ്രീ ആണെങ്കിൽ കൂടി, ഫ്രീ ആയിട്ട് നമുക്കൊരു കാര്യം കിട്ടുകയാണെങ്കിൽ കൂടി അതിലൊരു കോസ്റ്റ് ഉണ്ട്. കാരണം എന്താണ്, നമ്മളൊരു കാര്യം, ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നമുക്കുള്ള നമുക്ക് മറ്റൊരവസരം എന്ത് ചെയ്യുന്നുണ്ട്, നഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് കിട്ടാൻ പോകുന്ന മറ്റൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് നഷ്ടമായിട്ട് പോകുന്നുണ്ട്. ഇതിനെ നമ്മൾ എന്ത് പറയുന്നുണ്ട്, എക്കണോമിക്സിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ, ഒരു ഓപ്പർച്യൂണിറ്റിയെ നമ്മൾ
നമ്മൾ വേറെ എന്തെങ്കിലും ഒരു കാര്യം ചൂസ് ചെയ്യുമ്പോൾ അത് ലോസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷന് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു കാര്യം, ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ, ഒരു ഓപ്പർച്യൂണിറ്റി ചൂസ് ചെയ്യുമ്പോൾ, ഒരു ഓപ്ഷൻ ഡിസിഷൻ എടുക്കുമ്പോൾ അത് ഫ്രീ ആണെങ്കിൽ കൂടി അതിൽ നമുക്ക് കോസ്റ്റ് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ വാട്ട് ഡു എക്കണോമിസ്റ്റ് ഡു? അതായത് എക്കണോമിസ്റ്റുകൾ എന്താണ് ചെയ്യുന്നത്? അവർ നമ്മളിപ്പോൾ സയൻറ്റിസ്റ്റുകൾ അല്ലെങ്കിൽ വെതർ ഫോർകാസ്റ്റൊക്കെ ചെയ്യുന്ന പോലെ എക്കണോമിസ്റ്റുകൾക്ക് എന്താണ് ജോബ്? അവരെന്താണ് ചെയ്യുന്നത്? അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട്? ദി ഒബ്സർവ്, ദി അനലൈസ് ആൻഡ് ദി പ്രെഡിക്റ്റ്. വാച്ച് മാർക്കറ്റ് ബിഹേവിയേഴ്സ്, മാർക്കറ്റിലെ ബിഹേവിയേഴ്സ്, മാർക്കറ്റിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും അവരെന്ത് ചെയ്യുന്നുണ്ട്? ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അവരെന്ത് ചെയ്യുന്നുണ്ട്? മാർക്കറ്റിൽ വരുന്ന കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയർ ആൻഡ് സെല്ലിങ് ആൻഡ് പർച്ചേസിങ്, ട്രേഡ്, എല്ലാ കാര്യങ്ങളും ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ആൻഡ് അനലൈസ്, അവരെന്ത് ചെയ്യുന്നുണ്ട്? ഫൈൻഡ് ഡാറ്റ പാറ്റേൺസ്, അവർ ഡാറ്റ പാറ്റേൺസുകൾ അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഓരോ കാര്യങ്ങളും കണ്ടെത്തിയിട്ട് അതിനനുസരിച്ചിട്ടാണ് മാർക്കറ്റിലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മൂവ് ഓൺ ചെയ്ത് കൊണ്ടുപോകുന്നത്. ആൻഡ് പ്രെഡിക്റ്റ്, ഫോർകാസ്റ്റ് ദ ഇമ്പാക്റ്റ് ഓഫ് പോളിസി ചേഞ്ചസ്, ഗവൺമെൻറ് ലോസുകളിലോ എക്കണോമിക് എക്കണോമിക് സിറ്റുവേഷൻസുകളിലോ വരുന്ന മാറ്റങ്ങൾ ഫ്യൂച്ചറിൽ നമുക്ക് എങ്ങനെ എഫക്റ്റ് ആക്കുന്നു എന്ന് ഇവരെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ എക്കണോമിസ്റ്റുകൾ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. എക്കണോമിയിൽ വരുന്ന, നമുക്കറിയാലേ, ഓരോ സിറ്റുവേഷൻസൊക്കെ വരുമ്പോൾ എക്കണോമിയിൽ വരുന്ന മാറ്റങ്ങൾ, മാർക്കറ്റിൽ വരുന്ന മാറ്റങ്ങൾ, അത് നമ്മുടെ എക്കണോമിയെ എങ്ങനെ എഫക്റ്റ് ആക്കുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഇവർ സ്റ്റഡി ചെയ്യുകയും അത് പ്രെഡിക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ പറയാനുള്ളത്. what is economics and scarcity, the need for choice, and what do economists do. Next we discuss in our next part.